ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അപമാനിച്ച സംഭവത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജാൻമണിക്കെതിരെ കേരളത്തിലുടനീളം BJP പ്രവർത്തകരും നേതാക്കളും കേസുകൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നൽകിയ പരാതിയിൽ ജാൻമണിക്കെതിരെ കോഴിക്കോട് ജില്ലാ പോലീസ് കലാപാഹ്വാനത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത വിവരം നമ്മളെല്ലാവരും ഇന്നലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്തത് മറുനാടൻ മലയാളി പുറത്തേക്ക് വിട്ട ഒരു ന്യൂസ് ആയിരുന്നു. ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചാവേർ സ്ഫോടനത്തിലൂടെ വധിക്കുമെന്ന് പറയുന്നതും അദ്ദേഹത്തിനെ പച്ചത്തെറി വിളിക്കുന്നതുമായിട്ടുള്ള ഒരു ഓഡിയോ. ഇത് ക്ലബ് ഹൗസ് ചർച്ചയിൽ നടന്ന സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ മുൻകാലങ്ങളിൽ കൊടുത്തിരുന്നുവെങ്കിൽ പോലും ഏത് വകുപ്പിലാണ് ഈ ഒരു കേസ് നൽകേണ്ടതെന്ന് പലർക്കും അറിയില്ലായിരുന്നു. എന്തായാലും ജാൻമണിക്ക് ആ ഒരു കാര്യത്തിൽ എന്റെ നന്ദി അറിയിക്കുകയാണ്. ജാൻമണിക്കെതിരെ നവ്യ ഹരിദാസ് നൽകിയ പരാതിയിൽ കലാപാഹ്വാനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി തന്നെ ഏത് വകുപ്പിലാണ് ഈ ഒരു വിഷയത്തിൽ പരാതി നൽകേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ പൊതുജനത്തിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഷെഫീന ബീവിക്കെതിരെ പോലീസിൽ പരാതി രജിസ്റ്റർ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്നലെ മറുനാടൻ മലയാളിയിൽ ഷെഫീന ബീവി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് പറഞ്ഞ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. അതിനുശേഷം പരാതിയുടെ ഡീറ്റെയിൽസ് ഞാൻ പങ്കുവെക്കാം. അവനെ പോലെ ഒരു ലോകത്തില്ല. അവനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് കിടക്കുന്നവരാ, തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ, സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവനാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നത്. അവനെ പോലെ ഒരു ലോകം കണ്ട ഏറ്റവും കണ്ട ഫ്രോഡാണ് മോദി. ചുമന്നുകൊണ്ട് കിടക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? പലതന്തയ്ക്കൊണ്ട് അങ്ങനെയൊക്കെ തോന്നൂടെ? അല്ല, അത് കൊള്ളണവിടെ, അത് കൊള്ളണ്ടേ? ഞങ്ങളൊക്കെ ഒരു തന്തയ്ക്ക് ഉള്ളവരാണ്. തന്ത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ പിണങ്ങിയൊക്കെ പോയായിരിക്കും. പക്ഷെ പല തന്തയ്ക്കുണ്ടായ അറാൻകുട്ടികളാണ് അവനെ ഊക്കിക്കൊണ്ട് കിടക്കുന്നത്. തള്ളയാലും കുഴപ്പമില്ല, മോദിയാണ് എന്റെ തന്തയെന്ന് പറയുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അതെങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്ന. ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുപ്രീം കോടതി കൊള്ളത്തില്ല. അവനവന്റെ മോദിയുടെ പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സുപ്രീം കോടതി കൊള്ളാം. നല്ല ഒന്നാം തരം ാണ് എന്റെ കാര്യം പറയല്ലേ. അത് പറഞ്ഞ് തത്തയ്ക്ക് വിളിക്കല്ലേ, ഞങ്ങൾ തിരിച്ചും പറയും. എന്റെ അടുത്ത് പറഞ്ഞ ആളുകളെ വെടിവെച്ചും കുത്തി കൊല്ലുന്ന പട്ടി അടുത്ത് ഈ ഏരിയയിൽ അങ്ങ് വന്നു വരുമെന്ന് പറ. അവന്റെ ബാലാട്ടി പട്ടികൾ വന്നാൽ അവരെ ഇതേ അവസ്ഥ തന്നെയാണ്. തന്തയ്ക്ക് പറയും. നിങ്ങൾ അമ്മയെ കുത്തി കൊടുത്ത പലതന്തയ്ക്കുണ്ടായ ഇങ്ങനെയൊക്കെ തോന്നൂടെ? ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറില്ല. ഈ കൊല്ലാനാണെങ്കിൽ ബോംബ് വയ്ക്കാൻ ഞാൻ തയ്യാറില്ല. എന്തായാലും ഈ വിഷയം ഇന്നലെ മറുനാടൻ മലയാളിക്ക് അത് വാർത്തയായതിന് തൊട്ട് പിന്നാലെ ഒരു മറുപടിയുമായിട്ട് ഷെഫീന ബീവി വന്നിരുന്നു. അതായത് ഈ ഒരു വിഷയം തെളിയിക്കാണ്ട് എവിഡൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ഷെഫീന ബീവി ആ ഒരു വീഡിയോ ചെയ്തതെങ്കിൽ പോലും ഏറ്റവും അവസാനം ഷെഫീന ബീവി തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു വോയിസ് സത്യമാണ്, ഒരു 6 വർഷക്കാലം മുൻപ് താൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാണ്ട് ഈസി ആണെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതിന് താഴെ പലരും വന്ന് എന്നെ കളിയാക്കിക്കൊണ്ട് കമന്റ് ഇട്ടിരുന്നു. അങ്ങനെയുള്ളവരോടാണ് ഓൾറെഡി ഇപ്പോൾ കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. IT ആക്ട് പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ചെന്നിരിക്കുന്നത്. BJP കോട്ടയം മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള VP മുകേഷ്, കഞ്ഞിക്കുഴി ഏരിയ പ്രസിഡന്റ് അജയ് ജോസഫ് കൊണ്ടോടി എന്നിവരാണ് പരാതി നൽകിയിരിക്കുന്നത്. ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച സക്കീർ ഹുസൈൻ, മുനീർ ബുഖാരി, ഷെഫീന ബീവി എന്നിവർക്കെതിരെ IT ആക്ട് പ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ SIക്ക് മുൻപാകെ പരാതി നൽകി. ഇതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്. എന്നാലും ഈ ഒരു വിഷയത്തിൽ ഷെഫീന ബീവിക്കെതിരെ കേരളത്തിലുടനീളം അധികം വൈകാതെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും പഴയടക്ക് ഈസി ആയിട്ട് ഊരിപ്പോരാൻ പറ്റില്ല ഷെഫീന ബീവി. കാരണം മറ്റൊന്നുമല്ല, ഇത്ര നാൾ കേസ് കൊടുക്കുമ്പോൾ ഏത് വകുപ്പിലായിരിക്കണം ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ആർക്കുമില്ലായിരുന്നു. എന്തായാലും ജാൻമണിയുടെ ഈ ഒരു ഇഷ്യൂ വന്നതോടുകൂടി തന്നെ ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് കേസ് നൽകേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതായത് കലാപാഹ്വാനത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിയതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇനി ആ ഒരു രീതിക്ക് ആളുകൾ പരാതി നൽകത്തുള്ളൂ. എന്നാലും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു വിഷയത്തിൽ കോടതിയിൽ നിന്ന് ശിക്ഷാവിധി ഉണ്ടാകുകയാണെങ്കിൽ 6 മാസം മുതൽ 5 വർഷം വരെ ജയിലിൽ പോയി കിടക്കേണ്ടതായിട്ട് വരും. അതുകൂടാതെ പതിവ് കലാപരിപാടിയുള്ള ഞാൻ ഹാൻഡിക്യാപ്ഡ് ആണ്, ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ സാധിക്കില്ല എന്നുള്ള പരിപാടി ഒന്നും ഇറക്കാൻ നോക്കണ്ട. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഹോം സ്റ്റേഷനാണ്. അതായത് എൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. എൻ്റെ വീടിരിക്കുന്ന ചുറ്റളവിൻ്റെ
ലോ ആൻഡ് ഓർഡർ ഹാൻഡിൽ ചെയ്യുന്ന പോലീസ് സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈസിയാണ്. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അംഗവൈകല്യവും ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങളുടെ ഒരു ലൈവിനകത്തുണ്ടായിരുന്നത്. ആ ലൈവ് നിങ്ങൾ പ്രൈവറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് രേണുസുധീനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത ഒരു ലൈവായിരുന്നു. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എൻ്റെ കൈവശമുണ്ട്. ഞാൻ ഓൾറെഡി ഇതിന് മുൻപ് തന്നെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു എവിഡൻസ് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ ഷെഫീന ബീവി ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, പല അളവുകളും പ്രയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ഈ ഒരു വിഷയത്തിൽ അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. എന്നാലും ഈ പറയുന്നത് സക്കീർ ഹുസൈൻ ബുഖാരി എന്ന് പറയുന്ന ആളുകളെയൊന്നും എനിക്കറിയത്തില്ല. ആകപ്പാട് എനിക്കറിയാവുന്ന ഈ ഒരു വ്യക്തിയെ മാത്രമാണ്. കാരണം ഞാൻ എന്ന് യൂട്യൂബിൽ കാലെടുത്ത് വെച്ചോ അന്ന് തൊട്ട് എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഞാൻ കാണുന്ന ഒരു സാധനം ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പിന്നാലെ പോകാറുള്ളൂ. മറ്റുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് അധികം അറിവില്ല. എന്നാലും നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നാളെ എൻ്റെ കൈവശമുള്ള എവിഡൻസ് കൊണ്ട് ഞാനും പോകുന്നുണ്ട് സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ. അവനെ പോലെ ഒരു ലോകത്തില്ല. അവനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് കിടക്കുന്നവരാ, തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ, സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവനാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നത്. അവനെ പോലെ ഒരു ലോകം കണ്ട ഏറ്റവും കണ്ട ഫ്രോഡാണ് മോദി. വന്നോണ്ട് കിടക്കുന്നു. എനിക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? പലതന്തയ്ക്കുണ്ട് അങ്ങനെയൊക്കെ തോന്നൂടെ? അല്ല, അത് കൊള്ളണവിടെ, അത് കൊള്ളണ്ടേ? ഞങ്ങളൊക്കെ ഒരു തന്തയ്ക്കൊക്കെ ഉള്ളവരാണ്. തന്ത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ പിണങ്ങിയൊക്കെ പോയായിരിക്കും. പക്ഷെ പല തന്തയ്ക്കുണ്ടാക്കിയ 6 കുട്ടികളാണ് അവനെ ഊക്കിക്കൊണ്ട് കിടക്കുന്നത്. തള്ളയാലും കുഴപ്പമില്ല, മോദിയാണ് എന്റെ തന്തയെന്ന് പറയുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അതെങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്ന ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുപ്രീം കോടതി കൊള്ളത്തില്ല. അവനവന്റെ മോദിയുടെ പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സുപ്രീം കോടതി കൊള്ളാം. നല്ല ഒന്നാം തരം അവൻ. എന്റെ കാര്യം പറയല്ലേ? അത് പറഞ്ഞ് തത്തയ്ക്ക് വിളിക്കല്ലേ? ഞങ്ങൾ തിരിച്ചും പറയും. എന്റെ അടുത്ത് പറഞ്ഞ ആളുകളെ വെടിവെച്ചും കുത്തി കൊല്ലുന്ന പട്ടി അടുത്ത് ഈ ഏരിയയിൽ അങ്ങ് വന്നു വരുന്നു പറ. അവന്റെ ബാലാട്ടി പട്ടികൾ വന്നാൽ അവരെ ഇതേ അവസ്ഥ തന്നെയാണ്. തന്തയ്ക്ക് പറയും. നിങ്ങൾ അമ്മയെ കുത്തി കൊടുത്ത പല തന്തയ്ക്കുണ്ടായ ഇങ്ങനെയൊക്കെ തോന്നൂടെ? ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറില്ല. ഈ കൊല്ലാനാണെങ്കിൽ ബോംബ് വയ്ക്കാൻ ഞാൻ തയ്യാറില്ല.